ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വിച്ചീസ് യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിപ്പം എവിടെയാണ്? നമ്മൾ എയർപോർട്ടിലാണ്. എവിടെ പോവാണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം നമ്മൾ അബുദാബിയിലെ പുതിയ എയർപോർട്ടിലാണ്. സോ എവിടെയാണ് എങ്ങനെയാണെന്നുള്ളൊരു തപ്പലാണ് ഇപ്പം ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ലഗേജും എല്ലാം കൊടുത്തു കഴിഞ്ഞു. സോ നമ്മൾ ഗേറ്റ് ഏതാണെന്നുള്ളത് തപ്പിക്കൊണ്ടിരിക്കുക. ഭയങ്കര വലിയ എയർപോർട്ടാണ്, അടിപൊളിയാണ്. എനിക്ക് ആദ്യം തൊട്ട് എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, എടാ ബി റൈറ്റാ സാർ. ബി എന്നുള്ളത് കാണുന്നേ ഉള്ളൂ, ബട്ട് നമ്പർ എങ്ങനെ അറിയാം? അവിടെ ഉണ്ട്. അമ്മോ, അങ്ങോട്ടോ? ഇത് കുറേ നടക്കാനുണ്ടല്ലേ, കുറേ ഇങ്ങനെ നടക്കാനുണ്ട്. ലെഫ്റ്റ് 10 ആയിട്ടേ ഉള്ളൂ. നമ്മൾ ഇവിടെ കമ്മിയ. അറ്റ് ലാസ്റ്റ് ഞങ്ങളുടെ ഗേറ്റ് നമ്പർ കിട്ടി ഗൈസ്. ഞങ്ങൾ B17 തപ്പി കുറേ ദൂരം ഇങ്ങനെ നടന്നു വന്നു. B17 ആയിരുന്നു നമ്മുടെ ഗേറ്റ് നമ്പർ. അപ്പോൾ നമ്മൾ അവസാനം അവിടെ എത്തിയിരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങളിവിടെ വന്നിരുന്നു. നല്ല അടിപൊളി സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുക കേട്ടോ. അവർ ഇരിക്കുന്ന ആ ഒരു ഇതൊക്കെയാണ് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗേറ്റ് നമ്പറിൽ വന്ന് ഇവിടെ ഇരിക്കുകയാണ്. സമയം 9 മണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇനിയിപ്പോൾ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ റിയയും പ്രാണമൊക്കെ നല്ല ഉറക്കത്തിൽ പോകും. ബിക്കോസ് ഇന്ന് സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റായതുകൊണ്ട് ആ ഒരു ക്ഷീണം എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ ഫുഡ് മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ മെഗ്ഡി മേടിച്ചിട്ടുണ്ട്, പിന്നെ എനിക്കൊരു ഷവർമയും എടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രാണിയുടെ സെൽഫി എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. സോ ഇതാണ് ലോഞ്ച്, ഇതാണ് നമ്മുടെ ലോഞ്ച്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിശദമായിട്ട് പറയുന്നതായിരിക്കും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ കഴിച്ച് എൻ്റെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിള്ളേർ ഫുഡ് കഴിക്കുന്നേ ഉള്ളൂ. സോ കമ്മിങ് ടു ദ പോയിൻറ്റ്, നമ്മളെവിടെ പോവാണ് എന്നുള്ളതാണ്. ഓക്കെ, റെവന്യൂല്ലാണ്ട് നമ്മളെവിടെ പോകും? നമ്മളെവിടെയും പോകത്തില്ല. നമ്മൾ നാട്ടിലാണ് പോകുന്നത്. ആക്ച്വലി ഇത് ഓൺ ദ സ്പോട്ട് പ്ലാനിങ് ആയിരുന്നു. ആദ്യം പോകണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ പോകുന്നില്ല എന്ന് വെച്ചു. പിന്നെ നമ്മൾ പെട്ടെന്ന് ഓക്കെ എന്നാൽ പോവാം എന്നൊരു പ്ലാൻ. അങ്ങനെ ഓൺ ദ സ്പോട്ടിലൊരു പ്ലാനിങ് ആയിരുന്നു. ഓക്കെ, ഞങ്ങൾ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. പത്തനംതിട്ടയ്ക്കാണ്. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എൻ്റെ പേരൻസിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഡാഡി ആണെങ്കിലും കുറച്ച് ഫിസിക്കൽ ഇഷ്യൂ ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക, കുറച്ച് വയ്യാണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സോ ഡാഡിക്ക് പിള്ളേരെ കാണണം, നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ദെൻ അങ്ങനൊരു പ്ലാനിൽ വന്നെത്തി. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഓക്കെ, എന്തൊക്കെയാണ് പ്ലാൻസ് കാര്യങ്ങൾ ഇതൊന്നും അറിയത്തില്ല. ഇതൊക്കെ നമ്മളിനി നാട്ടിൽ ചെന്നിട്ട് തീരുമാനിക്കുന്നതായിരിക്കും. ആസ് ഐ ടോൾഡ്, ഓൺ ദ സ്പോട്ട് പ്ലാനിങ് ആയതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല. ബട്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, പിന്നെ വേറെന്താ വേറൊന്നുമില്ല. അപ്പോൾ ഇനിയും ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാം. ശോകമാണ് ഗൈസ്, വളരെ ശോകമാണ്. സമയം പോണില്ല, ബോറടിക്കുന്നു, ഉറക്കം വരുന്നു. റിയ ആണെങ്കിൽ പതിയെ സൈഡായി. റിയ, സമയമാവും കേട്ടോ, കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ മതിയേ. ഓക്കെ, രാവിലെ എണീറ്റോണ്ടേ ഇവർക്കൊക്കെ ഭയങ്കര ക്ഷീണമാണ്.
പ്രാൺ ഫോണുള്ളതുകൊണ്ട് അവന് ഉറക്കം വലിയ പ്രശ്നമൊന്നുമല്ല. അവൾക്ക് ഉറക്കം വരുന്നുണ്ട്, എനിക്ക് അതിലും ഉറക്കം വരുന്നുണ്ട് ഗൈസ്. ഞാനിപ്പോൾ കിടന്ന് ഇപ്പോൾ ഉറങ്ങും, അതുപോലത്തെ സിറ്റുവേഷനിലാണ് ഞാനിരിക്കുന്നത്. ശോകം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു. ഇനി കയറാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഞങ്ങളുടെ സീറ്റിൽ അവസാനം വന്നെത്തി. സീറ്റ് ഭയങ്കര ചോട്ട സീറ്റാണ്. എന്തേ ഇത് നോക്കിയേ. അങ്ങനെ ഞാൻ നടുക്ക്, റിയ വിൻഡോ സീറ്റ്. അവൾക്ക് എപ്പോഴും വിൻഡോ സീറ്റിലിരിക്കാനാണ് ഇഷ്ടം. ഷീസ് ഇൻ ദ വിൻഡോ സീറ്റ്. എൻ്റെ ഇപ്പുറത്ത് പ്രാൺ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഓക്കെ ഗൈഡ്സ്, അപ്പോൾ സീറ്റ് ബ്ലൂ ആണ്. ഞാൻ വിചാരിച്ച ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് ആയിരിക്കും, പക്ഷെ സീറ്റ് ബ്ലൂ ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അയ്യോ കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഫ്ലൈറ്റ് ഭയങ്കര ഫുള്ളാണ്, ഭയങ്കര റഷാണ്. പിന്നെന്താ പറയാം, ഈ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ പറയാം. ഞങ്ങൾ എപ്പോഴും പോകുന്ന ഫ്ലൈറ്റിലല്ല ഇപ്പോൾ പോകുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് പറയാം. ഓക്കെ, എനിക്ക് കാട്ടിട്ട് ഗൈസ് ഗുഡ് നൈറ്റ്. നമുക്ക് നാട്ടിലെത്തിയിട്ട് കാണാം. അതുവരെ ബൈ ബൈ ഗൈസ്. ഞങ്ങൾ കൊച്ചിൻ എയർപോർട്ടിലെത്തി, ഫ്രഷായി. ഇനിയിപ്പോൾ നമ്മൾ എമിഗ്രേഷനിലോട്ട് പോവാണ്. ഓക്കെ, ഭയങ്കര ടയർഡായി, ഉറക്കമൊന്നും ശരിയായില്ല. പ്രാൺ, റിയ എല്ലാം ഭയങ്കര ഉറക്കം. അങ്ങനെ നമ്മൾ ലഗേജ് എടുക്കാൻ വേണ്ടി പോവാണ്. ബാക്കി സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. പെട്ടി എടുക്കുക, ഗെറ്റ് ഔട്ട് അടിക്കുക. ബാഗേജ് കളക്ഷൻ്റെ അവിടെ എത്തി. ഇനി നമ്മൾ നമ്മുടെ ലഗേജ് ഏതാണെന്നുള്ളത് തപ്പി നോക്കണം. ഹായ്. മന്ദം നടന്നു വരുന്നു മമ്മിയും കൊച്ചും മോളും കൂടിയിട്ട്. അവൾ അതിൻ്റെ ഇടയിൽ ഇടഞ്ഞു, അവളുടെ മൂടും പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ കോട്ടയത്തല്ലേ, കോട്ടയത്തെ ഗ്രീൻ ലീഫ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയേക്കുക. മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. മമ്മിക്കും മസാല ദോശ. രാഹുൽ വെയിറ്റിംഗ് ഫോർ പൊറോട്ട ആൻഡ് ചിക്കൻ സ്റ്റൂ. ഓക്കെ, ഇതെങ്ങനെയുണ്ട്? എടാ നീ കഴിക്കും ബ്രാൻ. ഒരുപാട് വേണം. ഇവിടെ ഇല്ല. നമ്മുടെ മറ്റേ ഗ്രൈൻഡറേ ഈ തേങ്ങ പക്ഷെ ഇതിൻ്റെ മസാല വേറെയാണ്. എന്താ കേട്ടില്ല. ടേസ്റ്റാണ്, പക്ഷെ പാല് കൂടുതലാണ്. ഓക്കെ, എന്താ
അത് ഷാമ്പു ഇട്ടതാ. ഞാൻ ഇഷ്ടമില്ലാത്തത് പോകുന്നില്ല. ഞാൻ നാളെ മുമ്പോട്ട് വരാം. എടാ അതൊന്ന് എളി വെക്കാം. എടാ നീ എവിടെ പോയായിരുന്നു? എറണാകുളം വരെ പോയി. എന്തോ ട്രാഫിക്കാ രാത്രി 2 മണിക്കൊക്കെ. ഞാനിവനെ സ്വസ്ഥമാക്കി ഇരുത്തത്തില്ലടാ, വണ്ടി വരുന്ന ഇങ്ങനെ പറഞ്ഞു. ഇവന്ന് ഇരിക്കുന്ന ഇരിപ്പിന് തോന്നുന്നു. ഓ ഞാൻ വണ്ടി നിർത്തി, അങ്ങോട്ട് പോയപ്പോൾ 1/2 മണിക്കൂർ ആ വണ്ടി നിർത്തി പറഞ്ഞു. ഒരു സ്ഥലത്ത് ഇരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു 10 പ്രാവശ്യം മോൻ കഴിയും. ഞാൻ ഇന്നത്തെ ദിവസം ഇവന്റെ കാര്യം നോക്കാണേ. ഉരുള് കുത്തി ആൾക്കാരെ കുത്തിയത്. ഇവന്റെ അഭാവത്തിൽ അവിടെ ഉള്ളി കുത്തി. അങ്ങനെ വലിയ നഷ്ടമായി പോയി. സാല നമുക്ക് ഒന്നുകൂടെ കുത്താം, പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരമായി. സോ ഡ്രസ്സൊക്കെ മാറി ഒന്ന് സെറ്റിലായി വരുന്നതേ ഉള്ളൂ. ഭയങ്കര ക്ഷീണമാണ്, ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഡാഡിൻ്റെ മമ്മീനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാൻസും കാര്യങ്ങളും എന്താണെന്ന് നമ്മൾ ഒന്നും അറിയത്തില്ല. ഇനി എല്ലാം പ്ലാൻ ചെയ്ത് അതനുസരിച്ച് നമ്മൾ എന്തായാലും വീഡിയോസ് ഉണ്ടാവും, അടിപൊളിയായിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എനിക്ക് മെയിനായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഇന്നത്തെ ഫ്ലൈറ്റിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഐ റിയലി വോണ്ടഡ് ടു ഷെയർ ഇറ്റ് വിത്ത് യു ഗൈസ്. ഇറ്റ് വാസ് റിയലി മിസറബിൾ ആയിരുന്നു, ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. കാരണം നമ്മൾ വരാനുള്ളൊരു പ്ലാൻ നമുക്കില്ലായിരുന്നു, ഓൺ ദ സ്പോട്ട് പ്ലാനിങ് ആയിരുന്നു. പിന്നെ ടിക്കറ്റ് ഫെയർസ് ഒക്കെ നോക്കിയപ്പം ഭയങ്കര ഹൈ ഫെയർ ആയിരുന്നു എല്ലാത്തിനും. അപ്പം നമ്മൾ വന്ന ഫ്ലൈറ്റും നമ്മൾ എക്സ്പ്രസ്സിനാണ് വന്നത്, എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാണ് വന്നത്. സോ അതിൻ്റെ ഫെയറും ഇറ്റ് വാസ് ടു മച്ച്. 1 lakh കൂടുതലായിരുന്നു. ഞങ്ങൾക്ക് 3 ആൾക്ക് കൂടിയിട്ട് നാട്ടിൽ നിന്നാണ് എടുത്തത്. സോ ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷേ അത്രയും നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഒരു നല്ല സംഭവങ്ങൾ പോലും ആ ഫ്ലൈറ്റിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഒരു പ്രാവശ്യം മുന്നേ നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ബട്ട് അന്നേരം ഇറ്റ് വാസ് ജസ്റ്റ് ഓക്കെ. പക്ഷെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ വെരി ബാഡ്, വെരി 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 ബാഡാണ്. അതിൽ നമുക്ക് ഫുഡ് പോലും ഉണ്ടായിരുന്നില്ല. അവരാകെ കൂടെ തന്നത് നമുക്ക് 3 ബോട്ടിൽ ഓഫ് വെള്ളമാണ്, അതും ചെറിയ കുപ്പിയിലത്തെ വെള്ളമാണ് തന്നത്. പിന്നെ ഫുഡ് വേണ്ടിയവരാണെങ്കിൽ വി ഷുഡ് പേ. അതിൽ ഐ തിങ്ക് ഒരു ചായക്കോ കാപ്പിക്കോ 10 dirhams വെച്ച് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള എന്തെങ്കിലും ഒരു സ്നാക്കായിട്ടുള്ള നൂഡിൽസ്, അത് നമ്മുടെ കപ്പ് നൂഡിൽസാണ്, അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കലക്കി നമുക്ക് തരും. അതിന് പോലും ഇറ്റ് ഈസ് മോർ ദാൻ 10 dirhams. പക്ഷേ ആരും അതിൽ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് മേടിച്ച് കഴിച്ചിട്ടില്ല. ബിക്കോസ് ഞങ്ങൾ ലോഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും ഫുഡ് കൊണ്ടുവന്നിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പം അവർക്കൊക്കെ അറിയാമായിരിക്കും എങ്ങനെയാണ് എന്താണ് എന്നുള്ളത്. ഞാൻ മെയിനായിട്ടും ഫുഡ് മേടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, റിയ ഒക്കെ കുഞ്ഞായതുകൊണ്ട് ചിലപ്പോൾ അവൾ പെട്ടെന്ന് കിടന്ന് ഉറങ്ങും. ബിക്കോസ് രാവിലെ സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ട്രാവൽ നമ്മൾ ചെയ്തത്. സോ ഒബ്വിയസ്ലി അവർ രണ്ടാളും, പ്രാണാണെങ്കിലും റിയ ആണെങ്കിലും ഭയങ്കര ടയർഡാണ്. സോ അവർക്ക് വേണ്ടിയിട്ടാണ്, അവരെ എയിം ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് മേടിച്ചത്. ബട്ട് ഐ എക്സ്പെക്റ്റഡ് ഒരു സ്നാക്ക് ബോക്സെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നുമില്ല. അതിൽ എന്താ പറയുക, ബ്ലാങ്കറ്റ് ഇല്ല, പില്ലോ ഇല്ല. സാധാരണ ഞങ്ങൾ ഞങ്ങളെപ്പോഴും പോകുന്നത് എത്തിഹാദിനാണ്, അതിന് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ ദ വേസ്റ്റ് എന്ന് തന്നെ ഞാൻ പറയും എയർ ഇന്ത്യ എക്സ്പ്രസ്. സീരിയസ്ലി ഞാൻ പറയാം, ആരെങ്കിലും അതിൽ പോകാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഗോ, എക്സ്പെഷ്യലി വിത്ത് കിഡ്സ് പോവരുത്. അതിൻ്റെ സീറ്റിംഗ് ആണെങ്കിലും ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടായിരുന്നു നമ്മൾ ഇരുന്നത്. കാരണം ഒരു ചെറിയ ഗ്യാപ്പേ ഉള്ളൂ നമ്മുടെ കാല് വെക്കാനായിട്ട്. എൻ്റെ കാലൊക്കെ ആണെങ്കിൽ നീര് വെച്ചു, അങ്ങനെ ഇരുന്ന് നീര് വെച്ചു. സോ അതെനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു. സോ യെസ്, ഇനി ആരെങ്കിലും പോകാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഗോ ഓൺ എയർ ഇന്ത്യ എക്സ്പ്രസ്. വെറും വേസ്റ്റ് ഫ്ലൈറ്റാണ്. ഓക്കെ, നമ്മൾ ഇത്രയും പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റി പോലും അതിലില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നതും നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ വന്നത്. ബിക്കോസ് പിള്ളേർക്ക് സ്കൂള് തുറക്കുന്ന സമയത്ത് വി ഹാവ് ടു ബി ദെയർ. ഓക്കെ, പ്രത്യേകിച്ച് പ്രാണൊക്കെ ആണെങ്കിൽ 9th ഗ്രേഡിലാണ്. സോ നമ്മൾ ക്ലാസ് മിസ്സാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. അത് നമ്മൾ റിട്ടേൺ പോകുന്നതും എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാണ്. ഐ ഹോപ്പ് അതും ഇറ്റ് വിൽ ബി ദ വേസ്റ്റ്.
ഓക്കെ. സോ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. വെരി ബാഡ് ഫ്ലൈറ്റ് ആണ്, ആരും പോവരുത്. ഓക്കെ, പിന്നെ വേറെ എന്താ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഭയങ്കര ടയേർഡാണ്. ഗൈസ് ഇനിയും എയറിൻ്റെ വേണ്ട, വെരി ട്രാഷ് ആയി പോയി. എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, ഒന്നുമില്ല, പക്ഷെ ഞാൻ ഉറങ്ങി. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇനിയും അടുത്ത വീഡിയോയില് എങ്ങനെയൊക്കെ ഉറങ്ങി. എന്നിട്ട് ഞാൻ അമ്മയുടെയാണ് എല്ലാവരും. എന്നിട്ട് അമ്മ ചേട്ടനൊപ്പം എടുത്ത് ഞാനൊരു സാധനം വെരി ഫണ്ണി ആയിട്ട് പറയാൻ പോകണം. നിക്ക് നമ്മളിത് വൈൻഡ് പേട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. അല്ലെ എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ലോങ് വീഡിയോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.